ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. 2024-25 അക്കാഡമിക് ഇയർ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG, അതേപോലെ തന്നെ കണ്ണൂർ, കേരള, കാലടി എന്നീ 5 യൂണിവേഴ്സിറ്റികളാണ് ഈ അക്കാഡമിക് ഇയർ മുതൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് യൂണിവേഴ്സിറ്റികൾ ഈ പറയുന്ന 5 യൂണിവേഴ്സിറ്റികളാണ്, കേരളത്തിലുള്ള 5 യൂണിവേഴ്സിറ്റികളാണ് ഈ അക്കാഡമിക് ഇയർ തൊട്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ഈ വർഷത്തെ അഡ്മിഷൻ തയ്യാറെടുക്കുന്നത് ഡിഗ്രി ആയാലും PG ആയാലും B.Ed ആയാലും M.Ed ആയാലും തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ കോഴ്സുകളിലോട്ടും അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. പ്രധാനമായിട്ടും അതായത് എൻട്രൻസ് പരീക്ഷ, അത് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷൻ നിലവിൽ MG യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ കേരള, അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റികൾ വിവിധ PG കോഴ്സുകൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവരും നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് MGയുടെയും കേരളയുടെയും കണ്ണൂരിൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അതായത് നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷനാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി കോമൺ, അതായത് ഇപ്പോൾ നിലവിൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്ന പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം 5 യൂണിവേഴ്സിറ്റികളുടെയും അതായത് കോമൺ ആയിട്ടുള്ള ഒരു അക്കാഡമിക് കലണ്ടർ രൂപീകരിക്കുവാൻ പോകുകയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ട കാര്യം നിലവിൽ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, അതായത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ഈ വർഷം മുതൽ ഈ പറഞ്ഞ 5 കാരണം കേരളത്തിൽ പ്രധാനമായിട്ടും 4 യൂണിവേഴ്സിറ്റികളും കൂടാതെ 5ാമതായിട്ട് കാലടി എന്നീ 5 യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായിട്ടും കേരളത്തിൽ നോർമലായിട്ടുള്ള ഡിഗ്രി PG ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 യൂണിവേഴ്സിറ്റികളും ഈ പറയുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പോവുകയാണ്. നേരത്തെ കഴിഞ്ഞ മീറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളും ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന മാറ്റങ്ങൾ, ഒന്നാമത്തത് ഡിഗ്രി 4 വർഷത്തെ കോഴ്സ് ആക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം നിലവിൽ 3 വർഷത്തെ ഡിഗ്രി എന്നുള്ളത് കൃത്യമായിട്ട് 4ാമത് ഒരു വർഷം കൂടി അഡീഷണൽ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള പല പ്രാക്ടീസ്, ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ 4ാമത്തെ വർഷം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി കേരളത്തിൽ ഇനി 3 വർഷം എന്നുള്ളത് 4 വർഷമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ അക്കാഡമിക് ഇയർ മുതൽ കേരളത്തിൽ കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ, കാലടി എന്നീ 5 യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 വർഷം പഠിച്ചാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും, അതൊക്കെ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അതായത് 4ാമത്തെ വർഷം വിദ്യാർത്ഥികൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പഠിക്കാൻ. 3 വർഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നവർക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെ നിയമങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വ്യക്തമായ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികളെ ഇനി കേവലം ഡിഗ്രി കഴിഞ്ഞ് പോകുന്നത്, അതായത് കേവലം ഡിഗ്രി എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് മാത്രം നേടി പോകുന്നതിന് പകരം വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ സ്വന്തമായിട്ട് ജോലിയിലോട്ട് പ്രവേശിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കൃത്യമായിട്ട് കഴിവ് കൂടി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന രീതിയിലാണ് 4 വർഷത്തെ ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ ഡിഗ്രി കൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഒരു സ്വന്തമായിട്ട് ജോലി ചെയ്യുവാൻ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്. കാരണം പലപ്പോഴും പല പുറത്തുള്ള യൂണിവേഴ്സിറ്റികളും ഈ രീതിയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നടപ്പിലാക്കുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മാത്രം കേവലം ഒരു കോമൺ ആയിട്ടുള്ള സിലബസ്, വർഷങ്ങൾക്ക് മുമ്പുള്ള സിലബസ് മാത്രം പഠിപ്പിച്ച് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്ന ഒരു സ്ഥിതിയാണ്. അതിനുശേഷം പ്രൊഫഷണലായിട്ട് പല കോഴ്സുകളും പഠിക്കേണ്ട ആവശ്യമാണ്. എന്നാൽ നമുക്ക് ഡിഗ്രിയുടെ കൂടെ തന്നെ നമുക്ക് പല പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ കൂടി നമുക്ക് എബിലിറ്റി കൂടി നേടിയെടുക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഡിഗ്രി സംവിധാനം 4 വർഷം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല കോമൺ ആയിട്ട് 5 യൂണിവേഴ്സിറ്റികളും ഒരു അക്കാഡമിക് കലണ്ടർ, കോമൺ ആയിട്ടുള്ള അക്കാഡമിക് കലണ്ടർ കൂടി രൂപീകരിക്കുവാൻ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ് നമുക്ക് ക്ലാസ് തുടങ്ങുന്ന രീതി. അതായത് 5 യൂണിവേഴ്സിറ്റികളും നിലവിൽ ഒരേ സമയത്തായിരിക്കും അഡ്മിഷൻ വിളിക്കുക. അതായത് ജൂൺ മാസത്തിൽ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ 5 യൂണിവേഴ്സിറ്റികളും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഒരേ സമയത്ത് അഡ്മിഷൻ സമയം പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ 5 യൂണിവേഴ്സിറ്റികളും ക്ലാസ് തുടങ്ങുകയും കൂടാതെ എക്സാം ടൈം ഒരേ സമയത്ത്, അതായത് 5 യൂണിവേഴ്സിറ്റികളും ഒരേ സമയത്ത്, ഏകദേശം ഒരേ സമയത്ത് തന്നെ എക്സാം നടത്തുകയും കൂടാതെ റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരേ സമയത്ത് തന്നെ നടത്തുന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റികൾ, അത് യൂണിവേഴ്സിറ്റികൾ തമ്മിൽ ഏകീകരിച്ചുകൊണ്ട്
കൊണ്ട് കോമൺ അക്കാഡമിക് കലണ്ടർ രൂപീകരിക്കുവാൻ പോവുകയാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വെക്കേഷൻ ആയാലും, അതായത് അവധി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കോമൺ ആയിട്ടുള്ളൊരു അക്കാഡമിക് കലണ്ടർ 5 യൂണിവേഴ്സിറ്റിയും രൂപീകരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ നേട്ടം എന്നാൽ നിങ്ങൾ ഒരുപക്ഷെ ഡിഗ്രി പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാറിയിട്ട് PG വേറെ യൂണിവേഴ്സിറ്റിയിൽ എടുക്കണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് വരാറുണ്ട്. അതൊക്കെ മാറി നമ്മുടെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരു ഏകീകൃത അക്കാഡമിക് കലണ്ടർ രൂപീകരിക്കുവാൻ പോവുകയാണ്. ഒരുപാട് നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇതുവഴി ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല പ്രധാനമായിട്ടും മറ്റൊരു എടുത്തു വേണ്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥികളുടെ കോളേജിൻ്റെ ടൈം സിസ്റ്റവും. അതേപോലെ തന്നെ കാരണം കോമൺ ആയിട്ടൊരു ടൈം സിസ്റ്റം കൂടി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ചർച്ച നടക്കുന്നുണ്ട്. നിലവിലത്തെ സമയത്തിൽ നിന്നും കുറച്ചുകൂടി അഡീഷണലായിട്ട് കൂട്ടിയെടുത്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമായിരിക്കും ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി ഫൈനലായിട്ട് തീരുമാനമെടുക്കുക. അങ്ങനെയാകുമ്പോൾ ഈ വർഷത്തെ അക്കാഡമിക് ഇയർ തൊട്ട് ഡിഗ്രി വിദ്യാർത്ഥികളുടെ കോളേജ് ടൈമിൽ കൂടി ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റികൾ ഈ 5 യൂണിവേഴ്സിറ്റികൾ ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഈ രീതിയിൽ മികച്ച രീതിയിൽ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർത്തീകരിക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നല്ലൊരു പ്രൊഫഷൻ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് കോഴ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെയധികം സന്തോഷത്തോടെ ഈ ഒരു മാറ്റം നമുക്ക് സ്വീകരിക്കാം, മാറ്റത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ യൂണിവേഴ്സിറ്റികളിൽ പ്രധാനപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ അഡ്മിഷന് B.Ed ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷന് കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ഏകദേശം മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യസമയത്ത് നിങ്ങൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. കൂടാതെ കേരളത്തിനകത്തും പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികളുടെ അപ്ഡേറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ഈ കരിയർ ചാനൽ നിങ്ങളെ വീക്കിലി നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.